എൻ്റെ സ്വപ്നം എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ, ഈ ഭിക്ഷാടനം നിർത്തി ഒരു റൂം വാടകയ്ക്കെടുത്ത് ഒരു മനുഷ്യനെ പോലെ വേറൊരാളുടെ മുന്നിൽ കൈ നീട്ടാതെ സ്വന്തമായിട്ട് ജീവിക്കണം. അതാണ് എൻ്റെ ഒരു ആഗ്രഹം. അപ്പോൾ ഈ 534 വിദ്യാർത്ഥികൾക്കാണ് ഇപ്പോൾ വിദ്യാഭ്യാസം നൽകുന്നത് അല്ലേ? അതെ. എങ്ങനെയാണ് ഇതിൻ്റെ ഒരു പ്രവർത്തനമൊക്കെ തുടങ്ങിയത്? അപ്പോൾ ഒരു പ്രാവശ്യം ഒരു കല്യാണത്തിന് പോയപ്പോൾ അവിടെ ഈ എച്ചിൽ തിന്നാൻ വേണ്ടിയിട്ട് പിള്ളേരുടെ ഒരു ഗ്രൂപ്പ് വന്നിട്ട് നമ്മൾ കഴിച്ച ഭക്ഷണത്തിൻ്റെ ബാക്കി ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ട് അടിപിടി കൂടുന്ന ഒരു രംഗം എൻ്റെ മനസ്സിനെ വല്ലാതെ വേദനിപ്പിച്ചു. ആ പിള്ളേരെ എടുത്തു പോയിട്ട് ആ 3 പിള്ളേരെ ഞാൻ ഒരു മരത്തിൻ്റെ ചുവട്ടിലിരുന്ന് പഠിപ്പിക്കാൻ തുടങ്ങി ഉച്ച കഴിഞ്ഞ്. അതാണ് എൻ്റെ സ്റ്റാർട്ടിങ്. അവർ തയ്യാറായോ അതിന്? അവർ തയ്യാറാകാൻ വേണ്ടിയിട്ട് അവരുടെ വീട്ടിൽ പോയി അവരെ കൺവിൻസ് ചെയ്തു. അവർക്കൊരു കൺവീൻസും കൊടുത്തു. ആ 3 പിള്ളേർ ഒരു 30 പിള്ളേരായി, ഒരു 70 പിള്ളേരായ സമയത്ത് ഞാൻ ഒരു സെക്കൻഡ് ഹാൻഡ് വാൻ വാങ്ങി ഈ പിള്ളേരെ സ്കൂളിൽ കൊണ്ടുവിടാനുള്ള ഒരു സിസ്റ്റം ഉണ്ടാക്കിയെടുത്തു. ഇവരൊരു കാസ്റ്റാണ്, ബോപ്പ കാൽവേലിയ എന്ന് പറഞ്ഞൊരു കാസ്റ്റാണ്. അവരുടെ വിശ്വാസം എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് എന്തോ ഒരു കുലദേവതയുടെ ശാപം കിട്ടി, അതുകൊണ്ട് ഞങ്ങൾ പാരമ്പര്യമായിട്ടും ഭിക്ഷയാചിക്കാൻ വേണ്ടി ജനിച്ച വർഗ്ഗമാണെന്നുള്ളതാണ്. അവർക്ക് റിസർവേഷനുണ്ട്, അവരുടെ ആനുകൂല്യങ്ങളൊന്നും പറഞ്ഞു കൊടുക്കാൻ ആരുമില്ല. അങ്ങനെയാണ് ഞാനൊരു ഐഡിയ എടുത്തു. ഇവർ നമ്മളെ തേടി വിദ്യാഭ്യാസത്തിന് വരില്ല, അത്രയും അവർക്ക് നോളജ് ഇല്ല. അപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ അവരുടെ അടുത്ത് നമ്മൾ ചെല്ലണം, അവരുടെ കോൺഫിഡൻസ് ഗെയിൻ ചെയ്യണം, അവരുടെ കൂടെ ടൈം സ്പെൻഡ് ചെയ്യണം, അവരുടെ കോളനി പോകണം, അവിടെ ഇരിക്കണം. ചിലപ്പോൾ അവരൊരു കപ്പ് ചായയൊക്കെ തരുന്നതിൽ നിറച്ച് ഈച്ചയായിരിക്കും, ഈച്ച പൊതിഞ്ഞ് ഉള്ളിലും ഉണ്ടാവും. പക്ഷേ അവരെ സംബന്ധിച്ചിടത്തോളം ഒരു കപ്പ് ഏറ്റവും നല്ല കപ്പിൽ ഒരു ചായ തരുമ്പം അത് നമ്മൾ സന്തോഷത്തോടുകൂടി കുടിക്കുകയും അവരവരുടെ ഒരു കല്യാണത്തിന് വിളിക്കുമ്പോൾ അവിടെ പോവുകയും അവരുടെ ഒരു മെമ്പറായിട്ട് നമ്മൾ മാറിയെങ്കിലേ അവർ നമ്മളോട് റിയാക്ട് ചെയ്യുള്ളൂ. അങ്ങനെ ഞാൻ കുറച്ച് ആളുകളോട് ഐഡിയ ഒക്കെ പറഞ്ഞ് വളരെ വിഷമിച്ച് ഒരു പഴഞ്ചനൊരു സെക്കൻഡ് ഹാൻഡ് ബസ് വാങ്ങി. ആ ബസ് വാങ്ങിയിട്ട് ആ ബസ്സിൻ്റെ സീറ്റ് മുഴുവൻ മാറ്റിയിട്ട് ഇത് ഭക്ഷണമായിട്ട് ഇവരുടെ കോളനി ചെന്നു. ഭക്ഷണം കഴിക്കാൻ വേണ്ടി പിള്ളേർ വന്നു, അവരെ ഇരുത്തി പഠിപ്പിക്കാൻ തുടങ്ങി. അങ്ങനെ വേറെ കോളനികളിൽ 2 മണിക്കൂർ വെച്ച് 135 പിള്ളേരെ ഭിക്ഷാടനത്തിൽ നിന്ന് മാറ്റിയിട്ട് ഈ ബസ്സിൽ 1 കൊല്ലം പഠിപ്പിച്ചു. 1 കൊല്ലം ബസ്സിൽ പഠിപ്പിച്ചു കഴിഞ്ഞപ്പം ഈ പിള്ളേർക്ക് പഠനത്തെ പറ്റിയുള്ള ഇതായി. അപ്പം നമ്മൾ അവരുടെ ആധാർ കാർഡ്, അവരുടെ പേപ്പർ വർക്ക് ഫോളോ ചെയ്തു. കലക്ടറെ പോയി കണ്ടു, അവരെല്ലാം സഹകരിച്ചു. 135 പേർക്കും ആധാർ കാർഡ് ഉണ്ടാക്കി. അവരെ 1 കൊല്ലം കഴിഞ്ഞപ്പോൾ ഗവൺമെൻറ് സ്കൂളിൽ അഡ്മിഷനാക്കി. ഗവൺമെൻറ് സ്കൂളിൽ അഡ്മിഷൻ കിട്ടിക്കഴിഞ്ഞപ്പോൾ ഇനി അവരെ എങ്ങനെ അവിടം വരെ എത്തിക്കും എന്നുള്ള അടുത്ത പ്രശ്നമായി. അപ്പം നമ്മുടെ കയ്യിലുണ്ടല്ലോ ബസ്, ഓൾറെഡി നമ്മുടെ ഈ ബസ്സുണ്ട്. ആ ബസ്സിൽ തന്നെ ഇരുത്തി നേരെ സ്കൂളുകളിൽ കൊണ്ടുവിടും. സ്കൂളിൽ കൊണ്ടുവിട്ടതിന് ശേഷം ഈ ബസ് ഇങ്ങനെ അലഞ്ഞു നടക്കുന്ന പിള്ളേരെ പിന്നെ അവരുടെ അടുത്ത് പോയി പിന്നെ 1 കൊല്ലം അവിടെ പഠിപ്പിക്കും. ഇങ്ങനെ പഠിപ്പിച്ച് 535 പിള്ളേരായി നമ്മുടെ അടുത്ത്. ഒരു വിപ്ലവം എന്ന് വേണേൽ പറയാമല്ലേ? എൻ്റെ സ്വപ്നം എൻ്റെ റിട്ടയർമെൻറ്റ് വരെ, ഇനി 5-6 കൊല്ലം കൂടെ റിട്ടയർമെൻറ്റിനുണ്ട്. ഞങ്ങൾക്ക് 60 വയസ്സാണ്. അപ്പം അതുവരെ ഒരു 1000 കുട്ടികൾ, വഴി കിടക്കുന്ന കുട്ടികൾ, മൃഗതുല്യരായിട്ട് ജീവിക്കുന്ന മനുഷ്യർ, അവർ ഒരു വിദ്യാഭ്യാസമില്ല, ഒരു മാസത്തിലൊന്ന് കുളിക്കാൻ സൗകര്യമില്ല, ഇലക്ട്രിസിറ്റി ഇല്ല. അപ്പോൾ ഇലക്ട്രിസിറ്റി ഇല്ലാത്ത പിള്ളേരെ പഠിപ്പിക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യണം എന്നുള്ളത് ഞാൻ ആലോചിച്ചപ്പോൾ എനിക്ക് തോന്നി എൻ്റെ സ്ഥാപനത്തിൽ തന്നെ ഒരു റീഡിംഗ് ഹാൾ ഞാൻ ഉണ്ടാക്കി. ലൈബ്രറി കം റീഡിംഗ് ഹാൾ. രാവിലെ അവിടെ വരും, അവരുടെ ടിഫിനുമായിട്ട് വരും, വൈകുന്നേരം വരെ അവിടെ ഇരുന്ന് പഠിക്കും. അങ്ങനെ പഠിച്ച് വളരെ ചാരിതാർത്ഥ്യത്തോട് പറയട്ടെ, ഈ പ്രാവശ്യം മേഹന ബേറവ എന്ന് പറഞ്ഞൊരു കൊച്ച്, ഞാൻ 1ാം ക്ലാസ്സിലെടുത്ത് പഠിപ്പിച്ച ഒരു കൊച്ചാണ്. ഈ പ്രാവശ്യം നീറ്റിൽ 602 മാർക്ക് കിട്ടി. 602 SC കാൻഡിഡേറ്റ് അജ്മീറിലെ ഗവൺമെൻറ് മെഡിക്കൽ കോളേജിൽ അഡ്മിഷൻ കിട്ടും. ഞങ്ങളുടെ 3ാമത്തെ ഡോക്ടറാണ്. 2016 എൻ്റെ 3 പിള്ളേർ IIT ക്ലിയർ ചെയ്തു. പിന്നെ ഗവൺമെൻറ് തലത്തിലുള്ള ഒരു എയ്ഡോ കാര്യങ്ങളോ ഒന്നുമില്ല. ആരെങ്കിലും കാണാൻ വന്നെങ്കിൽ എന്തെങ്കിലും തരും, അല്ലെങ്കിൽ കുറച്ച് ഭക്ഷണം ആൾക്കാർ തരും. ഇങ്ങനെ പബ്ലിക്കിന് ഡിപ്പെൻഡാണ്. പിന്നെ ബാക്കി വരുന്ന എമൗണ്ട് എത്ര വന്നാലും അത് ഞാൻ എൻ്റെ കയ്യിൽ നിന്ന്, എൻ്റെ സാലറിയിൽ നിന്ന്, എൻ്റെ വൈഫും സർവീസിലാണ്, രാജസ്ഥാൻ ഗവൺമെൻറ് വൈസ് പ്രിൻസിപ്പളാണ്. അപ്പം ആ സാമ്പത്തികമായിട്ടും ഒരാളുടെ ശമ്പളം മുഴുവൻ നമ്മൾ ഈ പരിപാടിക്ക് മാറ്റി വെച്ചാലും നമുക്ക് ജീവിക്കാനുള്ളതുണ്ട്. അതുകൊണ്ട് അതാണ് ഒരു ധൈര്യം. ഇപ്പോൾ ഉഡാൻ സൊസൈറ്റി എന്ന പേരിലല്ലേ പ്രവർത്തനം? ഉഡാൻ എന്ന ഹിന്ദി വേർഡിൻ്റെ അർത്ഥം ടേക്ക് ഓഫ് എന്നാണ്. അപ്പോൾ ഉഡാൻ സൊസൈറ്റി എന്ന് ഞാൻ പേര് വെക്കാൻ കാരണം, അതായത് ജീവിതത്തിൽ ഒന്നുമില്ലാത്തോടത്തുനിന്ന് നമ്മൾ എയറോപ്ലെയിൻ്റെ ടേക്ക് ഓഫാണ് ജീവിതത്തിലേക്ക്. അതെവിടം വരെ എത്താവോ അത്ര എത്തിക്കും. ഒരു അധ്യാപകൻ എന്നുള്ള നിലയിൽ വലിയ പൈസ ഒന്നും ഇല്ലെങ്കിലും നമുക്ക് വിചാരിക്കാമല്ലോ, ഞാനും എന്തൊക്കെയോ ചെയ്തു. മഹത്തരമായ പ്രവൃത്തിയാണ്. ആ ലക്ഷ്യം കൈവരിക്കാൻ പറ്റട്ടെ. താങ്ക് യു.